ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാൻ. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 12-16 ഒരു വാക്യം നമ്മൾ ഇന്നലെ വായിച്ചത്. അതൊന്നുകൂടെ വായിക്കാം സറാമിസ്റ്റർ. സറാമിസ്റ്റർ ക്യാമറ ഓഫ് ആക്കിയാ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-16 വരെയാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. ഇന്നലെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയതറിവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയെ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നമ്മൾ ഇന്നലെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അതിനെക്കുറിച്ച് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാനാകുന്ന ആരോ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഞാൻ പറയും, നമ്മൾ വായിക്കും, വചനം വായിക്കും ക്രിസ്തുവിന്റെ മനസ്സുള്ള, പക്ഷെ നമുക്ക് പലപ്പോഴും ക്രിസ്തുവിന്റെ മനസ്സ് കാണിക്കാൻ പറ്റാറില്ല. ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് നമുക്കറിയാം. അത് സകലരോടും സ്നേഹിക്കുകയും മനസ്സലിയും പകയില്ലാതെ അൺകണ്ടീഷണൽ സ്നേഹിക്കുന്ന മനസ്സാണ് ക്രിസ്തുവിന്റെ മനസ്സ്. പക്ഷെ നമുക്കൊക്കെ അതിലേക്ക് എത്താൻ പറ്റത്തില്ല. പറ്റിയിട്ടില്ല. കാരണം ഇപ്പോഴും നമ്മൾ മാനുഷ്യമായ നമ്മുടെ ജഡപ്രകാരമാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. നമ്മുടെ ജഡപ്രകാരം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത് പലപ്പോഴും ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ, നമ്മളെ ലീഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ പലപ്പോഴും നമ്മുടെ ബുദ്ധിയെ നമ്മളെ ലീഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ബുദ്ധിയിൽ നിന്ന് വരുന്ന പലതും പരിശുദ്ധാത്മാവിൻ്റെതല്ല. അതാ പറഞ്ഞത്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചു. അപ്പൊ നമ്മള് ലോകത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ലോകത്തിലുള്ളവർ എപ്പോഴും ലോകജ്ഞാനത്തിനനുസരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ സാധാരണ ആൾക്കാർ കാണുന്നത് പോലെയല്ല നമ്മളൊരു വിഷയത്തെ കാണുന്നത്. ലോകക്കാർക്കൊരു വിഷയം വന്നാൽ എന്താ അവർ ചെയ്യുന്നത്? ലോകക്കാരുടെ വിഷയം വന്നാൽ അവര് പലരിലും ലോകത്തിൽ പലയിടത്തും ആശ്രയിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഒരു വിഷയം വന്നാൽ അവൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനത്തിൽ മാത്രം ആശ്രയിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രോമിസുകൾ ആശ്രയിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ വചനങ്ങൾ അത് അടുത്ത പറയുന്നത്, അത് ഞങ്ങൾക്ക് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ഉപദേശ വചനങ്ങൾ തന്നെ പ്രസ്താവിച്ച് ആത്മീയമായി തെളിയിക്കുന്നു. അപ്പം മാനുഷിക ജ്ഞാനത്തിൽ ഉപദേശിക്കാൻ പറ്റും, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഉപദേശിക്കാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഒരിക്കലും മാനുഷിക ജ്ഞാനം അല്ല ഉപദേശിക്കുന്നത്, അത് ദൈവത്തിന്റെ ജ്ഞാനം തന്നെ ഉപദേശിക്കുന്നത്. നമ്മള് മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, അക്ഷരത്തിന്റെ ജ്ഞാനമല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായി ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. അക്ഷരത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരുണ്ട്, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. ഞാൻ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കുറെ അവിടെ വായിച്ചപ്പോൾ അവിടെ ഒക്കെ എഴുതിയൊക്കെ നമ്മൾ കാണാൻ, ശമരിയാലൊക്കെ പോയിട്ട് ഫിലിപ്പോസ് ഒറ്റയ്ക്കാ പോയത്. അവിടെ ചെന്നിട്ട് ക്രിസ്തുവിന്റെ സുവിശേഷം, അവിടെ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞപ്പോൾ ആ വചനം പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, പിന്നീടല്ല, ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദേവദാസിന്റെ വായന ഈ ദിവസത്തിൽ കേട്ടതാണ്, ദൈവത്തിന്റെ വചനം ജീവശ്വാസീയമാണെന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനം ജീവശ്വാസീയമാണെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അതിന്മേൽ ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു വചനത്തിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ വരുമ്പോൾ നമ്മളിലേക്ക് തരുന്നത് മരണമല്ല, ജീവനാണ്. അത് നമ്മൾ ആ വചനം നമ്മളിലേക്ക്, അതുകൊണ്ട് വചനത്തിൽ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കും എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ടും എന്നോട് ഇങ്ങനെ ചില കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ വൈകുന്നേരം വിളിച്ചൊക്കെ സംസാരിച്ച് വചനത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അന്നേരം ഞാൻ ഇന്നലെ ഈ ഭാഗം ഇങ്ങനെ വീണ്ടും പറയണ്ട. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചത്, ഹല്ലേലൂയ. അവന്റെ വചനത്തിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമാകുന്നു. വെളിച്ചം വരുമ്പോൾ ഇരുളിന് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ജീവൻ എവിടെ വന്നിട്ടുണ്ടോ? ഉൽപ്പത്തി നമ്മൾ കാണുന്ന വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്
ഹല്ലേലൂയ. അപ്പോൾ വെളിച്ചം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും അല്ല അവിടെ സൃഷ്ടി. വെളിച്ചം ഉണ്ടായെന്ന് വെച്ചാൽ എന്താ ഉണ്ടായ വെളിച്ചം? എന്താ? ആ വചനം അങ്ങോട്ട് ചെന്നപ്പോൾ, അല്ല വചനത്തിന്റെ ജീവൻ അങ്ങോട്ട് ചെന്നപ്പോൾ, ഹല്ലേലൂയ, ആ ജീവൻ, ഹല്ലേലൂയ, മനുഷ്യരുടെ വെളിച്ചം എന്ന് പറഞ്ഞ വെളിച്ചം വ്യാപരിച്ചു. ആമേൻ, സ്തോത്രം. നമ്മൾ പറയുന്ന ഒരു വചനം, ഹാലെ, മറ്റുള്ളവരിലേക്ക് രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഹാലിലെ ഇത് സൗഖ്യമായ നമ്മൾ കണ്ടെങ്കിൽ, ഹാലിലെ അവിടെ വെളിച്ചം വ്യാപരിച്ചു. അല്ലെ, ആ ദേവദാസ് ഇത്രത്തോടെ കൂട്ടി പറഞ്ഞു. ഹാലെ, ഒരു ദിവസം അദ്ദേഹം ശുശ്രൂഷനിപ്പോ ഒരു വെളിപ്പാട് കണ്ടു. വെളിപ്പാട് ഇങ്ങനെയായിരുന്നു. ഹാലേലിയ, ഒരു ദൂതൻ വന്ന് നിൽക്കുന്നു. ആ ദൂതന്റെ കയ്യിൽ നമ്മുടെ കുറെ ഓർഗൻസ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ. അതൊരു ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷയുള്ള. അപ്പൊ ആ ഓർഗൻസ് ഓരോന്നും എടുത്ത് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഇടുക. അപ്പൊ നമ്മുടെ വായിലേക്ക് ഇത് വരുമ്പോൾ നമ്മളിത് വായ തുറന്ന് പറയുമ്പോ എന്തായാലും മീനിങ് പറയുക എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, നമ്മളുടെ ദൈവത്തിന്റെ ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, ഹല്ലേലൂയ, ഒരു ഓർഗൻ ഇല്ലെങ്കിൽ അത് പറയാനുള്ള, സൃഷ്ടിക്കാനുള്ള അധികാരം നമ്മുടെ നാവിലിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ വായിലേക്ക് ഓർഗൻസ് വെച്ച് തരുന്നതല്ല. വെളിപ്പാട് അതാണ് അതിന്റെ. എന്താ വെച്ചാൽ, നമ്മുടെ വായ കൊണ്ട് പറഞ്ഞാൽ ഇല്ലാത്തതിനൊന്ന് സൃഷ്ടിക്കാൻ കഴിയും. കാരണം വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്ന പോലെ, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ നിറവിൽ നിന്ന് നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തിയുള്ള നമ്മുടെ നാവ്, അതുകൊണ്ട് നമ്മുടെ നാവിനെ ഏറ്റവും സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വായിന്ന് വരുന്ന ഒരു കുറ്റോ ദൂഷണമോ അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള ഒരു ശാപവാക്ക് പോലെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേലാണ് ജീവനും മരണയിരിക്കുന്നത്. അപ്പൊ അത് നാവ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതെ, നമ്മൾ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവുള്ളവർ, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സിൽ, നമ്മൾ ഇന്നലെ ഈ ഭാഗം നല്ലോണം സംസാരിച്ചാണ്. പക്ഷെ നമ്മൾ ഇന്നലെ മെസ്സേജ് റെക്കോർഡ് ചെയ്ത ഈ ഭാഗം തൊട്ടിട്ട് മറ്റിടത്തേക്ക് പോയി. ഞാൻ യോഹന്നാന്റെ ലേഖനത്തിലേക്കാണ് പോകുന്നത്. ഹാലേ, അവിടെ പോകുമ്പോഴത്തേക്കാണ് ഇത് ഇവിടെ പറയാം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവര് ഫോഷത്വമാണ്. അപ്പൊ പ്രാകൃത മനുഷ്യനല്ല, ജഡമനുഷ്യൻ, ജഡീകൻ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഫോഷത്വമാണ്. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് ഭ്രാന്താണെന്ന് എന്നോട് പലതും ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയും, എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും പ്രാർത്ഥനയുണ്ട്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവർ പണിയുണ്ട്. കാരണം പറച്ചിൽ കേട്ടതൊന്നും നമ്മൾ അവരുടെ ഭാവിച്ചാ പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന കാരണം സങ്കടം മൊത്തം, വിഷമം മൊത്തം മറ്റുള്ളവർക്ക്. കാരണം അവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ചു നേരം അവരുടെ വായൊക്കെ കടം മേടിച്ചുകൊണ്ട് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക, നാക്ക് കടം മേടിച്ചാൽ പ്രാർത്ഥിക്കാം. അത്ര വിഷമം പ്രാർത്ഥിക്കുന്നത് കാരണം അവർക്കിതൊരു ഫോഷത്വമാണ്. 24 മണിക്കൂറും ടി വി ഓണാക്കി വെച്ച് ടിവിയുടെ മുമ്പിൽ സീരിയലും നടക്കുന്ന എല്ലാ പ്രോഗ്രാമും കാണുന്നത് അത് നല്ല സ്വഭാവം. പക്ഷെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം കാണാം, ബൈബിൾ വായിക്കുന്നത് കാണുമ്പോൾ അത് പോഷത്വമാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇതിനുള്ള ജ്ഞാനം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇതിന്റെ രുചി എന്താണ്? ഹല്ലേലൂയ. ഞാൻ പറയുന്ന നിനക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ സഭയിലെ പാടിയപ്പം തേനിലും മധുരമാ നമ്മുടെ കർത്താവ്, തേനിലും മധുരം. പക്ഷെ അത് തേനിലും മധുരമാണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നത്? രുചിച്ചു നോക്കിയവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഞാനിപ്പോ ഇരുന്നിട്ട് ഒരു ഓറഞ്ച് തിന്നോണ്ടിരിക്കുക, ഈ ഓറഞ്ച് പുളിയാണോ മധുരമാണോ എന്ന് സാറാ മാസ്റ്റർക്ക് പറയാൻ പറ്റുമോ? സാറാ മാസ്റ്റർ പറയാ, സിസ്റ്ററെ ഓറഞ്ച് മൊത്തം പുളിയാ എന്ന് പറഞ്ഞാല് ഞാൻ സമ്മതിക്കുക. കാരണം ഞാൻ തിന്നുന്ന ഓറഞ്ച് മധുരമാണ്. ഞാൻ പറയും, എല്ലാ സിസ്റ്റർ ഇത് മധുരമാണെന്ന് പറയാം. പക്ഷെ അത് രുചിച്ചു നോക്കിയാലേ, അതിൽ നിന്ന് ഇത്തിരി വാങ്ങിച്ച് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ ഹല്ലേലൂയ ഇത് പുളിയാണോ മധുരമാണോ എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ രുചിച്ചു നോക്കാം. കർത്താവിനെ നമ്മൾ രുചിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് എപ്പോഴും തേനിലും മധുരം തന്നെയാണ്. അത് രുചിച്ച് നോക്കിയിട്ടുള്ളവർക്കേ പറയാൻ പറ്റും. പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അയ്യോ അതങ്ങനൊന്നും അല്ല കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ല. കാരണം അവരത് രുചിച്ച് നോക്കാതെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഇവിടെ ഇവിടെ പറയുന്ന അത് അവർക്ക് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാക്കിയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നത് അല്ല. അപ്പൊ എന്താ ദൈവിക ജ്ഞാനം എന്തുകൊണ്ട് അവർക്ക് പോഷകമായത്? അവർക്ക് ആത്മീയമായത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബൈബിൾ എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഉണ്ട്, അല്ലേ? നാമതേ ക്രിസ്ത്യാനികളുടെ എല്ലാ വീട്ടിൽ ബൈബിളുണ്ട്.
വളരെ ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ്സ് ഒക്കെ കാണാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബൈബിള്. കാരണം വെച്ചാൽ അത് ആരും തുറന്നു നോക്കാറില്ലാത്തതുകൊണ്ട് ഹാലയിൽ ആൾക്കാര് വളരെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഒക്കെ അതിനകത്ത് കൊണ്ടുവെക്കുന്നത്, ഹാല റേഷൻ കാർഡ് മറ്റു മറിച്ചത് പോലെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇത് ആരും കൈകൊണ്ട് തൊടത്തില്ല, അവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളും. പക്ഷെ അവർക്കത് തുറന്ന് വായിക്കുന്നവരുണ്ട്. ഹാല എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവർ വായിക്കുന്നത് അവർ ഗ്രഹിക്കുന്നില്ല. കാരണം അത് ആത്മീയമായത് ഗ്രഹിക്കാൻ അവർക്ക് കഴിയത്തില്ല. ഹാലൂയ. അടുത്ത വിവേചിക്കുന്ന അവന് ഗ്രഹിക്കാൻ കഴിയുന്നു. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവൻ സകലത്തെയും വിവേചിക്കും. അവൻ കാണുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ, കാണുന്ന വ്യക്തികളെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഹാലയിൽ അവൻ നിൽക്കുന്ന ദേശത്ത് ചെല്ലുമ്പോൾ, ഒരു പുതിയ ഒരു ഭവനത്തിലേക്ക് ആലോചിക്കുമ്പോൾ അവിടെ എന്താണ് വ്യാപരിച്ച് നിൽക്കുന്നതെന്ന് അവൻ വിവേചിക്കും. അവന് ആത്മാവുള്ളവൻ സകലത്തെ വിവേചിക്കുന്നു. പക്ഷെ അവരെ ആരും വിവേചിക്കപ്പെടുന്നില്ല. ആർക്കും അവനെ വിവേചിക്കാൻ കഴിയും. എന്നിട്ട് അടുത്ത അത് പറഞ്ഞു വന്നിട്ട് ഇത്രയും കാര്യം പറഞ്ഞിട്ട് അവിടെയായിട്ട് ഒരു ബന്ധമില്ലാത്ത കിടക്കാണ് പൗലോസ് പറ്റുന്നത്. കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നത് എന്താ? നമ്മുടെ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവന് ആരെയാ ഈ ജഡീകൻ അല്ലെങ്കിൽ ഹാലയില് രോഗമനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പ്രാകൃത മനുഷ്യനെ അവനെ ഗ്രഹിപ്പിക്കാൻ പറ്റുന്നവൻ ആര്? കർത്താവിന്റെ മനസ്സെന്താ? എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരും രക്ഷയിലേക്ക് വരണമെന്ന്, എല്ലാവരും രക്ഷിക്കപ്പെടണം ദൈവത്തിന്റെ, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം ദൈവത്തിന്. അതായത് രാത്രി നമ്മുടെ സാജിമാത്തിന്റെ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട്, ഹാലയിൽ സകല ആൾക്കാരും പറയും ഒരിക്കലും ഒരു സർവേ നടത്തി 10 വലിയ ഫേമസ് ആയിട്ടുള്ള ഹാലയിലിയ നിൽക്കുന്ന ഫിലിം സ്റ്റാർസിനോട്, സെലിബ്രിറ്റികളോടാണ് 10 പേരോട് ഹാലയിൽ നേരത്തെ ഒരു സർവേ നടത്തിയപ്പം അതേ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു ഹാലയിലിയ. അതിനകത്ത് ചോദിച്ച ചോദ്യം ഇതാണ്: മരണത്തിന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്, അത് അക്കൗണ്ടബിൾ ആണോ അല്ലയോ എന്നായിരുന്നു ചോദ്യം ഹാലയിൽ. അതിൽ 9 പേരും പറഞ്ഞ് പിന്നെ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല, ഇത്രയും ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നോക്കി അവിടെ കണക്കെഴുതി വെക്കാനില്ല നേരം. ദൈവം അതൊന്നും നോക്കത്തില്ല ഹാല. അതുകൊണ്ട് നമുക്കിവിടെ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നതിന് നന്മയും തിന്മയും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഭൂമിയിൽ തന്നെ, അല്ല ദൈവം അവിടെ അക്കൗണ്ട് ചെയ്യത്തില്ല, ദൈവം അതിനെ കണക്ക് വെക്കത്തില്ല, ദൈവം അത് നോക്കുന്നില്ല. പക്ഷെ അതിലൊരു സ്ത്രീ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ അവര് പറഞ്ഞു തീർച്ചയായിട്ടും ദൈവം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും അത് അക്കൗണ്ടബിൾ ആണ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവസം നിൽക്കേണ്ടി വരും, അതിനെല്ലാം കണക്ക് പറയേണ്ടി വരും ഹാലയില്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഹാലയില് ദൈവം ഹാലയില് സകലത്തെയും ഹാലയില് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും ചീത്തയും എന്തെങ്കിലും ഇപ്പോൾ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഉപേക്ഷിച്ച് ഓരോ ദിവസവും നമ്മൾ നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞു. അതിന് കൂടെ ചേർത്ത് പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യം, ദൈവം തന്നെയല്ലേ സ്വർഗവും നരകവും സൃഷ്ടിച്ചേക്കുന്നത്, അതുകൊണ്ട് കുറച്ചുപേരെങ്കിലും നരകത്തിലും ചെല്ലണ്ടേ? കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. കാരണം അപ്പൊ പറഞ്ഞു ദൈവം സ്വർഗവും നരകവും ദൈവം നരകം ഒരിക്കലും മനുഷ്യർക്ക് വേണ്ടിയല്ല സൃഷ്ടിച്ചേക്കുന്നത്. അത് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നരകം സൃഷ്ടിച്ചിരിക്കുന്നത് സാത്താനും അവന്റെ തെറ്റിപ്പോയ ദൂതന്മാരെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നരകം സൃഷ്ടിച്ച് ആ നരകത്തിലേക്ക് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവം ഒരിക്കലും നരകം സൃഷ്ടിച്ച് മനുഷ്യന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ച സ്വർഗം മാത്രമാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചിടത്തേക്ക് ദൈവത്തിനെ അങ്ങോട്ട് നിരാശപ്പെടുത്തണം, ഞങ്ങൾ കുറച്ചു അങ്ങോട്ട് പോയേക്കാന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ ഹാലയില്. കാരണം അവരെല്ലാം എന്തുകൊണ്ട് ഇത് സംസാരിക്കുന്നത് അറിയാം. ആർക്കും നരകത്തിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവരിപ്പോൾ ആയിരിക്കുന്ന ഹാലയില് ആ ജീവിത ശൈലിയിൽ നിന്ന് വിട്ടുമാറാൻ അവർക്ക് തയ്യാറല്ല. അപ്പൊ അതിന് കണ്ടെത്തുന്ന എക്സ്ക്യൂസ് ഏതൊക്കെ? എന്നോട് സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ കാണുന്നില്ല ദൈവം തന്നെയാണ് സൃഷ്ടിച്ചു. ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ അങ്ങോട്ട് ഇതെല്ലാം അനുഭവിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന ദൈവം ചോദിക്കത്തില്ല, എടാ നിന്നെ ഞാൻ ഭൂമിയിലേക്ക് വിട്ട് എന്തിനാടാ, ഇതെല്ലാം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചില്ല, നീ എന്താ ഇതൊക്കെ ഉപയോഗിക്കാൻ ചോദിക്കത്തില്ല. മനസ്സിലാകുന്ന ഹല്ലേലൂയ. ആദാമേ നിന്നെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലേക്ക് ആക്കി എന്തിനാണ് ദൈവം ചോദിച്ചെന്ന് പറയാ. ഇതുപോലെ അവിടെ തോട്ടം സൂക്ഷിപ്പാനാണ് കർത്താവ് അവിടെ ആദാമിനെ ഏൽപ്പിച്ചത്. പക്ഷേ ജനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഏദൻ തോട്ടമാണ് ഈ ഭൂമി ഇതിൽ തന്നിരിക്കുന്ന സകലതും നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഇല്ലെങ്കിൽ ദൈവം ചോദിക്കുന്നത്. ഇങ്ങനെ പല എക്സ്ക്യൂസുകളും പറയുന്നവരുണ്ട്. ഈവൻ ഞാൻ പറയാം, മദ്യപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയും കർത്താവല്ല ആദ്യമായിട്ട് വൈനുണ്ടാക്കിയെന്ന് ചോദിക്കുന്നത്. കർത്താവ് ആദ്യമായിട്ട് വൈനുണ്ടാക്കിയ കർത്താവല്ല.
ഹാലയിലെ അവിടെ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് വിവാഹത്തിന് വൈൻ ഉണ്ടാക്കുമായിരുന്നു. ആ വൈൻ തീർന്നു പോയപ്പോ കർത്താവ് ഹാലയിലെ അവിടെ ദൈവത്തിന്റെ ആദ്യ അത്ഭുതങ്ങളെ അടയാളമായി ആദ്യം അത് പ്രവർത്തിച്ചത്. പക്ഷെ അതവിടെ ദൈവ കർത്താവ് ഉണ്ടാക്കിയത് ഞാൻ പറയുന്നത് നമുക്ക് ചാരായമല്ല, അത് വൈനാണ് ഉണ്ടാക്കിയത്. ഹാലെ അതുകൊണ്ട് കർത്താവ് വൈൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഹാലെ എല്ലാവരും മദ്യപിക്കുന്നതിനോട് യാതൊരു ഹാലയിലെ ലോചിക്കുമില്ല. ഹാലയിലെ അത് അവിടെ അന്നല്ല, അതിന് മുമ്പ് യഹൂദന്മാരുടെ കല്യാണത്തിൽ വൈൻ ഉണ്ടായിരുന്നില്ലേ സിസ്റ്ററെ? ഉണ്ടായിരുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വൈൻ അവരുടെ കല്യാണത്തിൽ അന്ന് വൈൻ തീർന്നു പോയത് കൊണ്ട് മാത്രം കർത്താവ് അത്ഭുതം. അവര് നാണം കെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അവരുടെ ജീവിതത്തിൽ ഭയങ്കര നിന്ദയായി വരാതിരിക്കാൻ വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തതാണ് അവിടെ. ഹല്ലേലൂയ, ആമേൻ. അത് അപ്പൊ ഞാൻ പറയാം, ഓരോരുത്തർക്കും ഹാലയിലെ അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കാരണങ്ങൾ കണ്ടെത്തുന്നു. ഹാലയിലെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, നിങ്ങൾ അത് അറിയാലും ഭോഷ്കൊന്നും സത്യത്തിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇതിന്റെ അതിൽ ആദ്യം തുടങ്ങുന്ന 18 കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്. എതിർക്രിസ്തു വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക അന്ത്യനാഴിക എന്ന് നമുക്ക് അറിയാം. അല്ലെ, നമ്മൾ ആയിരിക്കുന്ന ഈ നാഴികയെ കുറിച്ചും ഇപ്പൊ നമുക്ക് പറയും ഇത് അന്ത്യനാഴികയാണ്. അനേക എതിർക്രിസ്തുക്കൾ എന്ന് വെച്ചാൽ പിശാചിനെ മാത്രമല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശം അല്ലാതെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളെല്ലാം എതിർക്രിസ്തുവ അല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശമല്ലാതെ ഉപദേശിക്കുന്നല്ല എതിർക്രിസ്തുവ. ഇന്ന് അനേകം നമുക്ക് കേൾക്കാറുണ്ട്. ഹാലേലിയ, സുവിശേഷം ഹാലേലിയ, അതിന്റെ ഹാലേലിയ നിർമ്മലതയും പവിത്രതയും വിട്ട് മാറിപ്പോയി. ഹാലേലിയ, അവിടെ ഗലാത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കൽ പിന്നെയും നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. ഹാലേലിയ, ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെ അവരെ വിളിക്കുന്നത് എങ്ങനെയാണ്? അല്ല, അതുപോലെ ഇന്ന് ബുദ്ധി ഇല്ലാതായിരിക്കും നമ്മൾ. ഹാലേലിയ, ശുദ്ധം ചെയ്ത് മയക്കുന്ന പോലെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് മയക്കി ഹാലേലിയ വേറെ ഏതോ ഒരു സുവിശേഷത്തിലേക്ക് നമ്മളെ തിരിച്ചു വിടുന്നത് പോലെ. ക്രിസ്തുവിന്റെ അല്ലാത്ത ഉപദേശമെല്ലാം എതിർ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ആ ഉപദേശം ഇന്ന് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുന്നതാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. അപ്പൊ നമ്മുടെ അഭിഷേകം പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകമാണ്. അതിൽ പോലും നമുക്ക് ഹല്ലേലൂയ പ്രശ്നമാണ്. കാരണം കേൾക്കുന്ന അന്യഭാഷയെല്ലാം പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകത്തിൽ നിന്ന് വരുന്ന അന്യഭാഷയല്ല. ഇന്ന് സഭയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹാലേലിയ നമ്മൾ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഹാലേലിയ ആമേൻ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഹാലേലിയ. കാരണം അത്രയും ദിവസം അവിടെ നിന്ന് അന്യഭാഷയൊക്കെ ആരാധിച്ച സഹോദരി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും വർഷിപ്പ് നടക്കുമ്പോൾ കൈയടിച്ച് തുള്ളിക്കൊണ്ടിരുന്നതും ഹാലേലിയ പിശാചി അവിടുത്തെ ഭാഷയാണ് വായി പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലർക്കും. അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കും. പക്ഷെ കാരണം എന്താ വെച്ചാൽ അതിനെ വിവേചിക്കാൻ കഴിയുന്നില്ല. വിവേചനത്തിന്റെ ആത്മാവ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് കാണുന്നതിനെല്ലാം കണ്ണും പൂട്ടി കാണുന്നത് പോലെ വിശ്വസിച്ചെടുത്ത് തലയിലേക്ക് നമ്മൾ വെക്കുകയാണ് പലപ്പോഴും. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മളിൽ തന്നെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. നമ്മൾ വരുന്ന ചില കാര്യങ്ങൾ, നമ്മൾ വരുന്ന ചില ബുദ്ധിയിലേക്ക് വരുന്ന ചിന്തകളുണ്ട്. ഇത് പരിശുദ്ധാത്മ കൊണ്ടുവരുന്നതാണ്, നമ്മുടെ ബുദ്ധി കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെ അത് വിവേചിക്കണം. ബുദ്ധി എന്നുള്ളതാണെങ്കിൽ ഹാലിലെ നമ്മളെ തെറ്റിക്കും, അത് മിസ്ഗൈഡ് ചെയ്യും നമ്മളെ. ദൈവത്തിന്റെ ആത്മാവും പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആയിരിക്കണം. എന്ത് കാര്യം വരുമ്പോൾ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യരോട് ചോദിക്കാൻ പോകുന്നതിനെക്കാട്ടി മുമ്പേ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുന്നത്. ഇനിയും ദൈവത്തിന്റെ ആത്മാവിന് ചോദിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ദൈവ മനുഷ്യന്റെ ഉപദേശം തേടാവുള്ളൂ. എല്ലാവരോടും പോയി ചോദിക്കരുത്. പലപ്പോഴും പലതും വ്യാഖ്യാനിക്കുന്നത് അവരുടെ അറിവിൽ നിന്ന് വ്യാഖ്യാനിക്കാറുണ്ട്, ബുദ്ധിയിൽ നിന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മളൊരു വചനം കേട്ട് അല്ലെങ്കിൽ ഒരു വെളിപ്പാട് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ വിവേചിക്കണം നമ്മൾ. ഒരു ആത്മാ ശുശ്രൂഷ. കാരണം നമ്മളോട് പറയുന്ന ഒരു ആലോചന നമ്മുടെ ഉള്ളിൽ തെറ്റായി കയറി കഴിഞ്ഞാൽ നമുക്കത് അപ്പം തിരിച്ചറിയണം, ഇതെന്തുകൊണ്ട് വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിഷപ്പാസ് പ്രാർത്ഥിച്ച ആലോചന ഞാൻ സാറാമാസ്റ്റർ പറഞ്ഞു അല്പം ആ സാറാമാസ്റ്റർ കേട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനും അത് അല്പം കേട്ടോളൂ, എനിക്കത് മനസ്സിലാവും. അപ്പൊ എന്റെ മനസ്സിൽ ഇത്
ഇതെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞ ദൂതെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നു. കാരണം വെച്ചാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പരിശുദ്ധാത്മ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഹാലേലിയ അതിനെ എന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ദേവദാസനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ ആന്റി ഞാൻ വിളിക്കാൻ തിരിച്ച് തിരക്ക് തെക്കി ഞാൻ വൈകിട്ട് വിളിച്ചു കഴിഞ്ഞ് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായത്. കാരണം നമ്മൾ അങ്ങനെ ആണ് എന്നല്ല പറഞ്ഞത്. ഹാലേലിയ ഫ്യൂച്ചറിൽ ഹാലേലിയ പിശാച് അങ്ങനെയുള്ള തന്ത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ ഹാലേലിയ അവിടെ അത് വന്നു കഴിഞ്ഞാൽ അതിനെ വിവേചിക്കണം എന്നുള്ളതാണ് ദൈവാത്മ ഒരു മുന്നറിയിപ്പ് തന്നത്. ഹാലേലിയ. അപ്പൊ നമ്മൾ കേട്ടത് അല്പം കേട്ട് അല്പം ഗ്രഹിച്ച് അല്പം മാത്രം മനസ്സിലാക്കി പോയ പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും ബുദ്ധി ഉപദേശിച്ച് നടത്തുന്ന ആത്മാവ് അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ അനുവദിക്കത്തില്ല. അതിനെ കൃത്യമായി തന്നെ അതെന്താണോ ദൈവാത്മ പറഞ്ഞത് അത് മാത്രമേ ഉള്ളിലിരിക്കാൻ വരെ നമ്മളെ കൊണ്ട് ദൈവാത്മ ഇങ്ങനെ അസ്വസ്ഥമാക്കും നമ്മൾ കാരണം വെച്ചാൽ നമ്മൾ കേട്ടത് എവിടെയോ തെറ്റിപ്പോയി. നമ്മൾ മനസ്സിലാക്കിയത് എവിടെ തെറ്റി. കേട്ടത് ശരിയാ, പക്ഷെ മനസ്സിലാക്കിയത് എവിടെയോ തെറ്റിപ്പോയി. അപ്പൊ അതിന്റെ ഫലം വേറെ. നമുക്ക് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചത് ഒരേ വിത്താണ്, വിതക്കാരൻ ഒരേ വിതക്കാരനാണ്. പക്ഷെ വിത്ത് വീണ നിലങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് അതിന്റെ എന്താ ഫലത്തിന്റെ ഫലം വ്യത്യസ്തമായി, അല്ലെങ്കിൽ അത് മാറിപ്പോയത്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ വിളഞ്ഞത് അത് വ്യത്യാസ രീതിയിലായിപ്പോയത്. അതുപോലെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ ഗ്രഹിക്കുന്നതും ഇത് രണ്ടും ദൈവ ഉദ്ദേശ കണക്കല്ല എങ്കിൽ അത് നമ്മൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് അത് ചില കാര്യങ്ങൾ കേട്ട് ചില ദൂതൊക്കെ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കിടന്നത് ഇങ്ങനെ അസ്വസ്ഥമാക്കാൻ. കാരണം ഇത് അസ്വസ്ഥമാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രഹിച്ചു വെച്ച, അല്ലെങ്കിൽ അവർ പറഞ്ഞത്, ഇല്ലെങ്കിൽ വെളിപ്പാട് കണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നപ്പം ഇത് എവിടെയോ മാറിപ്പോയി. ദൈവത്തിന്റെ ആത്മ ഉദ്ദേശിച്ച പോലെ അല്ല അത് പറഞ്ഞത്, അല്ലെ ഉദ്ദേശിച്ച പോലെയല്ല നമ്മൾ ഗ്രഹിച്ചതെങ്കിൽ ദൈവാത്മ നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മ എന്താ ഉദ്ദേശം അതുപോലെ നമ്മൾ മനസ്സിലാക്കും വരെ ഇരുന്ന് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാം? കാരണം നമ്മൾ ആ ദൈവത്തിന്റെ ആത്മാവിൽ കണക്ട് ആയിരിക്കുമ്പോഴേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ കേട്ടത് ചിലപ്പം ഒന്നി പറഞ്ഞാക്ക് തെറ്റിപ്പോയി, അല്ലെ വ്യാഖ്യാനിച്ചാക്ക് തെറ്റിപ്പോയി, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തെറ്റിപ്പോയെങ്കിൽ നമ്മൾ ആ തെറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തെറ്റിപ്പിടിച്ചോണ്ടിരിക്കരുത്. അങ്ങനെ അതുകൊണ്ടാ നിങ്ങളോ പരിശുദ്ധന അഭിഷേകം വരെ സകലവും അറിയുന്നു. അതിന്റെ 27-ാം വാക്യത്തിൽ 27-ാം വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്നത് പറയുന്നത് വിവേചിക്കുന്നതൊക്കെ തെറ്റിപ്പോയാൽ, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്. ആത്മാവ് നമ്മൾ ഉപദേശിക്കുമ്പോൾ ആ ആത്മാവ് ഉപദേശിക്കുന്ന ഭോഷ്കല്ല സത്യമായിരുന്നു. അപ്പൊ ആത്മാവ് ഉപദേശിക്കുന്ന പോലെ നമ്മൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവിനെ കേട്ട് അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവിലൂടെ സകലം വിവേചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ പിശാചിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം വരുത്തില്ല. കാരണം അവന്റെ വേസ്റ്റ് ഒന്നും കൊണ്ടുവെക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം ആണെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള ദൈവികമായ കണക്ഷൻസിനൊക്കെ ഇടയിൽ കയറി പിശാച് പലപ്പോഴും ഭിന്നത ഇടാൻ നോക്കും. അവിടെയെല്ലാം പിശാച് കൊണ്ടുവരുന്ന ഭിന്നതകളെ പരിശുദ്ധാത്മ നമ്മൾ ഉണ്ടെങ്കിൽ അതിനെ വിവേചിച്ച് തരാൻ തുടങ്ങും. കേൾക്കുമ്പോൾ ഇതെന്താണ് പറയുന്നത്, എന്താണെന്ന്. ഇന്നലെ നമ്മുടെ റോഷിനിയായിട്ട് കുറച്ചു നേരം ഞാനിങ്ങനെ ചാറ്റ് ചെയ്യുണ്ടായി. കുറെ നാളെ റോഷിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ റോഷിക്ക് ഇങ്ങനെ മെസ്സേജ് വിളിച്ചപ്പോ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, റോഷി നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ആണോ? കാരണം നമ്മൾ വിളിക്കുന്നത് അവരെ അപ്പൊ തിരിച്ചു അല്ല മാം ഇതുപോലെ ആ ഫോണ് ഉപയോഗിക്കുന്നില്ല, അത് ആ നമ്പർ ഉപയോഗിക്കുന്നില്ല, അത് വാട്സാപ്പ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് ലൈഫ് എന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മുടെ ഒരു കുഞ്ഞാണ് നമ്മള് വളർത്തിക്കൊണ്ട് വന്ന ഒരാളാണ് നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ നിന്ന് വിട്ടുമാറി നിൽക്കുമ്പോഴും എങ്ങനെ ആയിരിക്കുന്നു എന്ന് അറിയാൻ നമുക്കൊരു അവരുടെ ഒരു ഞാൻ പറയാം. എനിക്ക് റോഷിനെ യഥാർത്ഥമായിട്ട് എന്റെ കൂടെ പ്രാർത്ഥിച്ച് നമ്മുടെ അതുപോലെ വളർന്നു വന്ന ഒരാളാണ്. ഓണാണ്.
അപ്പൊ ഞാൻ നമ്മുടെ കൂടെ നമ്മൾ വളർന്നു വന്നൊരു കുഞ്ഞാണ്. അപ്പൊ അവള് എന്തോ കാരണം കൊണ്ട് മാറി നിന്നപ്പോഴും ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും പറഞ്ഞ ഞാൻ എന്റെ പ്രാർത്ഥനയെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഒരു ദിവസം പോലും പ്രാർത്ഥന ഓർക്കാത്തതില്ല. കാരണം വെച്ചാൽ നമ്മൾ മിക്കവാറും നമ്മുടെ ഇടയ്ക്ക് പറയാറുണ്ട് റോഷിനെ കുറിച്ച്. കാരണം അതുപോലെ എല്ലാവരും ഹൃദയത്തിൽ സ്നേഹത്തോടെ കണ്ടിരുന്നതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നില്ലെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ ഓർക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ജനിപ്പിച്ചതല്ലെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതാ. നമ്മൾ പ്രസവിച്ച കുഞ്ഞല്ലെങ്കിലും നമ്മൾ വളർത്തിയ കുഞ്ഞായിട്ട് പോലും അതിനെ ഓർക്കും. അത് ഞാൻ ഷെയർ ചെയ്ത് ഇതിൽ തന്നെ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിൽ നിന്ന് പലപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ട് ഇപ്പൊ മാറി നിൽക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അപ്പം അവരെയൊക്കെ നമ്മളിപ്പോഴും ഓർക്കാറുണ്ട്. കാരണം വെച്ചാൽ ഈവൻ നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഓർക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളിലൊക്കെ ദൈവം പലപ്പോഴും ഇവരുടെ മുഖം കാണിച്ചു തരും. അത് അവരോട് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് ഞാൻ എനിക്കിപ്പോഴും പറഞ്ഞു. പണ്ട് നമ്മളുമായിട്ട് വളരെ കണക്ട് ചെയ്ത ദേവദാസൻ പിന്നീട് നമ്മളുമായിട്ടൊരു കണക്ഷൻ മാറി നിൽക്കുമ്പോഴും ഒരാപത്ത് വന്നപ്പോൾ ഒരു ആപത്ത് അദ്ദേഹത്തെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാനായിട്ട് ഒരു ഇൻഫർമേഷൻ, പക്ഷേ ദൈവാത്മ എനിക്ക് ദർശനം കാണിച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു അന്ന് അതേപോലെ സാഹചര്യത്തിൽ അവർ പോയി. ആ സാഹചര്യത്തിൽ അവർ പോയ ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് ആ മെസ്സേജ് അയച്ചതെന്ന് അത് കറക്റ്റായിട്ട് നടന്നൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ആപത്തിലേക്ക് പോകേണ്ട കാര്യം അത് ദൈവം വിടിവിച്ച് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വ്യക്തിപരമായി കണക്റ്റഡ് ആയിരിക്കുന്നില്ലെങ്കിൽ പോലും ആത്മീയമായി കണക്റ്റഡ് ദൈവത്തെ അത് നമ്മളുടെ ഒരു ഹൃദയത്തിൻ്റെതല്ല, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും അതൊക്കെ കാണുന്നത്. ദൈവാത്മാവ് ഞാൻ പറയും ഇവിടെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉപദേശി വഴി നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും പിശാചിന്റെ വഴിയിലൂടെ നടക്കത്തില്ല. അവൻ കൊണ്ടുതരുന്ന ആമ്യം വേസ്റ്റ് ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കത്തില്ല. ഇൻ കേസ് കൊണ്ടുവന്നിട്ടാലും അത് ക്ലിയർ ചെയ്യേണ്ട പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 വായിക്കാം. 1 യോഹന്നാൻ ലേഖനം തന്നെ 5-ാം അധ്യായം 19-20. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തു തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടാകുന്ന സൂക്ഷിച്ചുകൊള്ളുകയും. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു യേശുക്രിസ്തു അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ നമ്മുടെ ദൈവം എന്തുകൊണ്ടാ ബാക്കി ഏത് ദൈവത്തെ കുറിച്ച് സത്യദൈവം എന്ന് പറയാൻ പറ്റും? എന്താ നമ്മുടെ ദൈവം സത്യദൈവം എന്ന് വെച്ചാ അവൻ സത്യം മാത്രമേ ഉള്ളൂ. സത്യത്തിലൂടെ മാത്രമേ നമ്മളെ നടത്തൂ. സത്യം മാത്രമേ നമ്മളോട് സംസാരിക്കത്തുള്ളൂ. ഒരിടത്ത് പോലും ഒരു കള്ളത്തരങ്ങൾ പറയത്തില്ല. ഫോഷ്ക്ക് നമ്മളിലേക്ക് വരാൻ ഇടയാക്കത്തില്ല. ആ സത്യദൈവം നമ്മളെ നടത്തുന്നത് എങ്ങോട്ടാ? നിത്യജീവനിലേക്ക് നടത്തുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയാ. പരിശുദ്ധാത്മാവിനല്ലല്ലോ നമ്മളെ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. അല്ലെ? പരിശുദ്ധാത്മാൻ വീണ്ടെടുപ്പിനാൽ മുദ്രയിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് എങ്ങനെയായിരിക്കുന്നത്? സത്യത്തിലാണ് നടത്തുക. യേശുക്കത്ത പറയുന്ന പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ സത്യത്തിന്റെ ആത്മാ നിങ്ങളിലേക്ക് വരും. അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അപ്പൊ സകല സത്യത്തിലും വഴി നടത്തി സത്യത്തിലേക്കുള്ള 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, ലോകത്തെ അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനല്ലോ. അവിടെ ലോകത്തുള്ളേക്കാൾ വലിയവനല്ലോ. എന്നിട്ട് പറയുന്നു 5-ാം വാക്യത്തിൽ പറയുന്നു, അവർ ലൗകികന്മാരാകെ ലൗകികമായി സംസാരിക്കും, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇത് നമുക്ക് ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. ആമീൻ. പറയുന്നേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേരോടെ എഴുതി വെക്കണം കേട്ടോ. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ നമ്മുടെ ഒരു കുഞ്ഞെന്നെ വിളിച്ച് സംസാരിച്ചപ്പം ഇവിടെ ഭവനം വാടക വീട്ടിലാ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് അവിടെ ഭവനം ഉണ്ട്. ഇവിടെ നമ്മള്
പരദേശികളാ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് ആയിട്ട് ജീവിക്കുക. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവിടെ നല്ലൊരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഭവനം ഹല്ലേലൂയ അത് ഏറ്റവും മികച്ചതായി കിട്ടാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ നല്ല ഭവനത്തിലേക്ക് നമുക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഭവനം ഇല്ലാന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കാൻ ഭാരപ്പെടുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഒരു ദിവസം പോകണം. അല്ല, ഇവിടെ എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹാലേ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഹാലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഹാലേലിയ കർത്താവ് പറഞ്ഞ എനിക്ക് എന്താ കൊണ്ടുപോകുന്ന വെച്ചാൽ പെട്ടി തുറക്കും, പെട്ടി എം ടി ആയിട്ട് ഇരിക്കല്ലേ ഹാലേലിയ. അവിടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ഹാലേലിയ ആത്മാക്കളാണ്. ഹാലേലുയ. അല്ലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഹാലേലിയ അവിടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അപ്പൊ നമ്മൾ ദൈവത്തിനുള്ളവരാകുന്നു, ലോകത്തെ ജയിച്ച് അവരെ ജയിച്ച് മികച്ച ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് എന്ത് വലിയ പ്രതിസന്ധി വരട്ടെ, പ്രതികൂലം വരട്ടെ, ആ പൈശാചികമായിട്ട് തന്ത്രങ്ങൾ വരട്ടെ, അതിനെല്ലാം ജയിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ട് നമ്മൾ ആ ദൈവത്താന്റെ അധികാരത്താൽ ഈ ലോകത്തെ ജയിക്കും. അപ്പൊ എന്നിട്ട് നമ്മളിലുള്ളവൻ അടുത്തവരെ നമ്മളുള്ളവൻ തിങ്കലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പൊ നമ്മുടെ കൂടെ നിന്ന് നമ്മളിലിരിക്കുന്ന സർവസൃഷ്ടിതാവായ ദൈവം ലോകത്തുള്ള ഹാലല്ലേ ഏറ്റവും വലിയ ലോകത്തിന്റെ ആരാണെന്ന് പറഞ്ഞാൽ അവരെക്കാൾ വലിയ തന്നെയാണ്. അപ്പൊ ഈ ലോകത്തെ ജയിക്കാൻ ഏതവസ്ഥയെ ജയിക്കാനും ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അത് ജയത്തോട് പോണോ പരാജയത്തിൽ പോണോ നമ്മളെ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ പലപ്പോഴും ഞാനും റോഷി നമ്മൾ പ്രാർത്ഥിക്കുക ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ദൈവത്തിനാകുമ്പോൾ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇടാം. അപ്പൊ അതിന് കണ്ട ഒരു വിഷയമാണ് സർപ്പത്തിന്റെ തലയെ പാമ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു ഹാലില്ല വലിയ ഇങ്ങനെ തല പൊക്കി പിടിച്ചു. പക്ഷെ അതിന്റെ തലയിലൂടെ ചവിട്ടി നമ്മൾ നടന്നു പോകുന്ന ഒരു വിഷയം. കാരണം അവന്റെ തലയെ ചവിട്ടാൻ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. സാത്താന്റെ തലയെ ചവിട്ടാൻ ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ട് ഇന്ന് പെന്തക്കോസ്തുകാർ പറയുകയാണെങ്കിൽ അവര് ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കാട്ടും പിശാചിനെ ഭയപ്പെടും. ശ്രദ്ധിച്ചു നോക്കിക്കോ. സഭയിൽ ചെല്ലുമ്പം ജനമെല്ലാം പലരും വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നവരെ, പക്ഷെ അവിടെ പിശാച് ഇളകി കഴിഞ്ഞാൽ എല്ലാരും ഉണരും. പിന്നെ ഭയങ്കര പ്രാർത്ഥനയാ. എന്താന്നറിയാ ഈ ഇറങ്ങി വരുന്നതാണ് ഇങ്ങോട്ടെങ്ങാനും കയറിയാൽ അതുകൊണ്ട് കയറാതിരിക്കേണ്ട പ്രാർത്ഥനയായിരിക്കും. അമ്മേ അവര് ഹാലയില്ല ഒരു സഭയിൽ ഹാലയില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരെ നമ്മൾ സൂമിൽ കൂടെ ശുശ്രൂഷിക്കുന്നവരൊക്കെ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. സൂമിൽ കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവവചനം എത്ര പറഞ്ഞാലും അനക്കമില്ലാതിരിക്കുന്ന ഒരാളൊരു പ്രവചനം പറഞ്ഞു നോക്കിയേ. അതിന് പല ദേവദാസന്മാരുണ്ട് പറഞ്ഞിട്ട് ട്രിക്കുണ്ട്. ഹാലയില്ല കേറുമ്പോ തന്നെ നമ്മുടെ ശുശ്രൂഷ ഇറങ്ങുന്നൊരു 3-4 പേരോട് നമ്മൾ ഒരു 1-2 പേരുടെ അങ്ങ് പ്രവചനം പറയാൻ കഴിയണം. എല്ലാ ക്യാമറയും ഓൺ ആയിക്കോളും. പിന്നെ എല്ലാവരും ഹാലേലിയ ഇങ്ങനെ നോക്കി ചെവി വട്ടം പിടിച്ചിരിക്കും. പറയുന്ന എല്ലാം കൃത്യമായിട്ട് കേൾക്കും. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണോ എനിക്കുള്ള ദൂത് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഹാലേലിയ അവരിങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന എനിക്ക് വളരെ അടുപ്പമുള്ള വളരെ സീനിയറായിട്ട് പാസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സൂമിലൊക്കെ കയറുമ്പം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സഭയിൽ ചെന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ആദ്യം 1-2 പേരോട് നീ പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അറ്റൻഷനിലായിരിക്കും. കാരണം നമുക്കുള്ള ദൂത് എപ്പോ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. ഹാലേലിയ. അല്ലെങ്കിൽ പലരും ഉറങ്ങിപ്പോകും. ഹാലേലിയ എന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ സൈക്കോളജിക്കൽ മൂവാ. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ അതിന് ഇടയാക്കി കൊടുക്കില്ല. സൈക്കോളജിക്കൽ മൂവിലൂടെ അല്ല നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. സൈക്കോളജിക്കൽ മൂവിലൂടെ അല്ല അവരെ കേൾപ്പിക്കേണ്ടുന്നത്. പരിശുദ്ധാത്മാവിനാൽ തന്നെ അവർ ഗ്രഹിക്കണം. അത് പരിശുദ്ധാത്മാവ് തന്നെ ഉണർന്നിരിക്കണം. പറയുന്ന ലൗകികന്മാരായതുകൊണ്ട് അവർ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ലോകം എപ്പോഴും അവരുടെ വാക്ക് കേൾക്കുന്നതിന്റെ കാര്യം എന്താ പറയാ, അവര് സംസാരിക്കുന്ന കാര്യം ഈ ലോകത്തിന്റെ കാര്യമാണ്. ഇന്ന് പലപ്പോഴും പല സുവിശേഷ നോട്ടീസുകളിൽ നിങ്ങൾ കടഭാരത്തിലാണോ, നിങ്ങൾ രോഗത്തിലാണോ, നിങ്ങൾ ഭാരത്തിലാണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നതിന്റെ കാര്യം എന്താണ്? അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ സൂപ്പർ നാച്ചുറൽ പ്രോഫറ്റിക്കൽ എൻകൗണ്ടർ എന്നൊക്കെ പറയാം. അങ്ങോട്ട് ഓടുന്നതിന്റെ കാര്യം എന്നാട്ടെ അവര് ലോകപരമായത് സംസാരിക്കുന്നു, അതവരെ ഇഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ലൗകികമായതിനെ കുറിച്ച് കേട്ടിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഹാലേലിയ അവിടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കാതറിൻ കുൽമാന്റെ ഒരു ഇത് കാതറിൻ കുൽമാൻ ഒരിക്കൽ അവരുടെ മീറ്റിങ്ങുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റേജൊക്കെ വലിയ വലിയ ഹാലയിലെ ഓഡിറ്റോറിയങ്ങളൊക്കെ നിറഞ്ഞ് ഓഡിറ്റോറിയം അല്ല സോറി എന്താ പറയാ സ്റ്റേഡിയങ്ങളൊക്കെ നിറഞ്ഞു തിങ്ങി നടക്കാറുണ്ട്. പക്ഷെ കാതറിൻ കുൽമാൻ എപ്പോഴും പറയും നിങ്ങൾ ആരും എന്നെ കാണാൻ വേണ്ടി വരരുത്. കാരണം എന്നെ അന്വേഷിച്ച് നിങ്ങൾ വരല്ലേ, എന്റെ കയ്യിലൊന്നുമില്ല.
അല്ലെ നിങ്ങൾ അന്വേഷിച്ചു വരുന്നത്, അല്ലയോ ആമ പരിശുദ്ധാത്മാനല്ല, ദൈവത്തിന് അന്വേഷിച്ച് വന്ന കർത്താവ് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയായി ഇവിടെ ഇറങ്ങി നിന്ന് ഹാലേലിയ ആമ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വരുന്നത് ആമ കാതറിൻ കുൽമാന്റെ മുഖം അന്വേഷിച്ച് വരരുത്, പുള്ളിക്കാരെ പോയി കണ്ടാൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് വരരുത്. നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ദൈവത്തെ ആയിരിക്കണം. ഹാലേലിയ കർത്താവിന്റെ അടുക്കലേക്കാണ് വരേണ്ടത്. നമ്മളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നെങ്കിൽ ഫോക്കസ് നമ്മളാകലൊരിക്കലും. ഹാലേലൂയ ആമേ കർത്താവ് യേശുവിന്റെ അതുകൊണ്ട് ഞാൻ പറയും, നമ്മളുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പൗലോസിനെയും ഇവരെയൊക്കെ ആമേ ബുധനെന്ന് ആമേ ഇതൊക്കെ ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് മാലയൊക്കെ ഇട്ട് അവരെ കൊണ്ടുവന്ന് ഇതാക്കാൻ ശ്രമിച്ചു. അവര് വസ്ത്രം കീറി പെട്ടെന്ന് താഴേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ ഞങ്ങൾ കാരണം വെച്ചാൽ അവരിലൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ആമെ ആത്മശക്തിയുടെ ഹാലേലിയ ആമെ അതിന്റെ മഹത്വം അവരാൽ എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പലയിടത്തും ഹാലേലിയ എന്താണ് സംഭവിക്കുന്നത്? ഹാലേലിയ അവിടെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മളല്ല ഇത് ചെയ്യുന്നത്, ദൈവമാണ് ഇത് ചെയ്യുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് ഇത് ചെയ്യുന്നത്, ദൈവത്തിനാണ് സകല മഹത്വം. അതുകൊണ്ട് ലോകത്തുള്ളവരെക്കാൾ വലിയവൻ ഞാനാണെന്നല്ല, ലോകത്തുള്ളതിനേക്കാൾ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്, അല്ലെ നമ്മളിലുണ്ട്. ഹാലേലിയ അപ്പൊ ആ വലിയവനായ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ വലിയവനായ ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മൾ ഹാലേലിയ ആമേ പിശാചിന്റെ തലയെ ചവിട്ടാൻ നമുക്ക് അധികാരം തന്നേക്കുന്നത്. നമ്മൾ അധികാരിയാണ്. പക്ഷെ എപ്പോഴാ അധികാരമുള്ളത് വെച്ചാൽ അധികാരമുള്ളവൻ നമ്മളിൽ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അധികാരമുള്ളവൻ നമ്മളിൽ നിന്ന് മാറി നിന്നാൽ നമുക്കൊരു അധികാരം ഇല്ല. ഹല്ലേലൂയ അതാണ് നമ്മൾ ആ സത്യം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളണം. നമ്മൾ എപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ആഴത്തിൽ നമ്മൾ എഴുതിയിട്ടിരിക്കണം ഈ കാര്യം. അധികാരമുള്ളവരിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലാതെ നമ്മളിലുള്ള അധികാരമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് തന്ന അധികാരത്തിൽ ആ അധികാരം എപ്പോ വേണേലും തിരിച്ചെടുക്കാം. ഹാലേലൂയ അവിടെ നമ്മൾ കാണുന്ന മന്ത്രിമാരൊക്കെ 5 വർഷത്തേക്ക് ഇലക്ട് ചെയ്ത് ഹാലേലൂയ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. 5 വർഷം അവർ ആ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പവറാ. 5 വർഷം കഴിഞ്ഞ് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഹാലേലിയ പോയി കഴിഞ്ഞപ്പിന് ഒരു പവറും ഇല്ല. ആ സമയത്തും ചെന്ന് കസേര കയറുന്നുണ്ട്, ഞാനിടാ ഈ ഫയലൊക്കെ ഒപ്പിടാന്ന് പറഞ്ഞ് ഓടിക്കുന്നു ഒരു കളിയല്ലേ. ഹാലേലിയ കാരണം വെച്ച് കഴിഞ്ഞാല് ആ പവർ പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമല്ല. ഹാലേലിയ ഇവിടെ പറയുന്നത് ഞാൻ വേഗം നിർത്താം. ഹാലേലിയ ഇന്നലെ പറയാൻ പറ്റാത്ത മെസ്സേജ് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞ ലോകം അവരുടെ വാക്ക്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക്. അപ്പൊ നമ്മൾ പറയുന്ന വാക്ക് ആർക്കാ കേൾക്കാൻ പറ്റുന്നത് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. ലോകക്കാർക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ കേട്ടാലൊട്ട് അവർക്ക് അത് മനസ്സിലാക്കാനും പറ്റത്തില്ല. കാരണം നമ്മൾ ദൈവികമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, ലോകപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടവർക്ക് മനസ്സിലാകും. പക്ഷെ ദൈവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, ദൈവത്തിന്റെ ജ്ഞാനം ഹാലില്ല മനുഷ്യരുടെ ഉള്ളിലേക്ക് മാനുഷിക ഞാൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അതവർക്ക് മനസ്സിലാകത്തില്ല. ഹാലില്ല കാരണം വെച്ചാൽ അവർക്ക് ആ ബുദ്ധി അവരുടെ ബുദ്ധി അടച്ചു കളഞ്ഞിരിക്കുന്ന പറയുന്ന അവിടെ ദൈവത്തിൽ നിന്നല്ലാത്ത ഞങ്ങളുടെ ബാക്കിയുള്ള സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും മനുഷ്യന്റെ ആത്മാവ് ഏതെന്നും അപ്പൊ നമുക്ക് എന്തറിയാം? സത്യത്തിന്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും നമുക്കറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് അതറിയത്തില്ല. ഇവിടെ ആ 5:19 നമ്മൾ വായിച്ചത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് നാം അറിയുന്നു, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പൊ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എന്താ പറയാ സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു. അപ്പൊ സത്യദൈവത്തെ തിരിച്ചറിയാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ വിവേകം വരണം. മാനുഷിക ജ്ഞാനത്തിൽ അത് ഒരിക്കലും തിരിച്ചറിയത്തില്ല. ദൈവത്തിൽ നിന്നുള്ളത് ദൈവാത്മാവ് വെളിപ്പെടുത്തത് ആർക്കും മനസ്സിലാകത്തില്ല പറയുന്ന പോലെ. ഹാലേലിയ അവർ എന്തുകൊണ്ട് അവർ ലോകത്തിന്റെ അധീനതയിൽ കിടക്കുന്നതിന്റെ കാര്യം വെച്ചാൽ അവർക്ക് അത് തിരിച്ചറിയാനുള്ള വിവേകം വന്നിട്ടില്ല. ഹാലേലിയ നമുക്ക് വിവേകം തന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. ഹാലേലൂയ അപ്പൊ നമ്മൾ സത്യദൈവത്തെ, നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പം സത്യദൈവം, നിത്യദൈവം ഹാലേലിയ കുറച്ച് 5 വർഷത്തേക്ക് ഭരിച്ചിട്ട്
കയറി ഇരുന്ന് ഭരിക്കുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. ആ ദൈവം നിത്യദൈവമാണ്. അത് സത്യം ആവശ്യത്തിനനുസരിച്ച് അത്യാവശ്യത്തിന് വേണ്ടി ചില കള്ളമൊക്കെ പറയുന്ന ദൈവമല്ല, അത് സത്യദൈവമാണ്. നമ്മൾ പുരാണങ്ങളൊക്കെ പഠിക്കും, ചരിത്രമാണ്. ഹിന്ദുക്കളുടെയൊക്കെ മിത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെയൊക്കെ അത്യാവശ്യം കള്ളം പറയും, കള്ളം ചെയ്യൊക്കെ ചെയ്യാനായിട്ട് അവരതിന് ഉപദേശം കൊടുക്കുന്ന, അവരത് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ പഠിക്കും. അപ്പൊ അതൊക്കെ താൽക്കാലികമായിട്ട് ആ ഒരു കാര്യം ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നുണ്ട്, പ്രശ്നമില്ല എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം ഒരിടത്ത് പോലും കള്ളം പറഞ്ഞു കാര്യം സാധിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ദൈവം സത്യദൈവമാണ്. ഏതവസ്ഥയെ കൂടെ പോയാലും എന്താണോ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് നമ്മൾ ഉറച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ദൈവം നമുക്ക് വേണ്ടി മാറ്റിത്തരും, നമുക്ക് കാണാൻ പറ്റും. തൽക്കാലത്തെ ഒരു കള്ളം പറയും, തൽക്കാലത്തെ വിട്ടുവീഴ്ച ചെയ്ത്, തൽക്കാലത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ വായിച്ചു കുറെ അവർക്ക് അവിടെ ദാനിയേലും കുട്ടനെ അവിടെ ചെന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോയി രാജാവിന്റെ രാജാവ് കൊടുക്കുന്ന രാജഭോജനം ഭക്ഷിക്കാന്നുള്ളതൊക്കെ അവിടെ അതൊരു നാട്ടു നിയമമാക്കി രാജാവ് വെച്ചിരിക്കുമ്പോൾ പോലും അവർക്ക് വേണേ അത് ഫോളോ ചെയ്ത് പോകാമായിരുന്നു. ആരും വരെ ദൈവം പോലും അവരെ തെറ്റ് പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നു, നമ്മളവിടെ തെരഞ്ഞെടുത്ത്, അപ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ നമ്മൾ ദൈവം തന്നെയല്ലേ അങ്ങോട്ട് വിട്ടത് അല്ലേ? അപ്പൊ അവിടുത്തെ ഒരു റൂൾ അനുസരിച്ച്, അവിടുത്തെ രാജാവിന്റെ നിയമം അനുസരിച്ച് അവർക്കത് ഭക്ഷിച്ചു പോയാൽ ദൈവത്തിന് പോലും അവരെ തെറ്റി പറയാൻ കഴിയത്തില്ല. പക്ഷേ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ന്യായപ്രമാണം, അവർ പഠിച്ച വചനം ആ വചനം അവരോട് സംസാരിച്ചെന്താ ഇത് ഇന്ന വചന ഭാഗത്ത് എഴുതിയിട്ടുണ്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്നത് അത് അവരുടെ കൂടുതലും അവരുടെ ദേവന്മാർക്ക് സമർപ്പിച്ചതിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതാണ് അവർ ഭക്ഷിക്കുന്നതൊക്കെ അപ്പൊ അതെല്ലാം ബലി ദൈവന്മാരുടെ മുമ്പിൽ വെച്ചിരുന്ന കാര്യങ്ങൾ അവർക്ക് ബലി കൊടുത്തതൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പ്രമാണങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് അതിനാൽ ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കത്തില്ല എന്നൊരു തീരുമാനം അവരെടുക്കുകയായിരുന്നു. അവരെ ചെയ്താൽ നോ അല്ലെ, അത് ദൈവത്തിന് പോലും, നമ്മളുടെ ദൈവത്തിന് പോലും അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ആയിരിക്കുന്ന സ്ഥലത്ത്, അവിടെ ആയിരിക്കുന്ന അവരുടെ ഭരിക്കാൻ ദൈവം തന്നെ അവർക്ക് മേൽ കൊടുത്ത അവരുടെ ഭരണാധികാരിയായിരിക്കുന്ന ആൾ കൊണ്ടുവച്ച ഒരു നിയമമാണത്. അപ്പൊ നമ്മൾ എവിടെയായിട്ട് നമ്മൾ നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നിട്ടും അതിന്റെ ആ സിറ്റുവേഷനിൽ പോലും അവരുടെ ഉള്ളിൽ കിടന്ന പ്രമാണം അവരോട് സംസാരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചെന്നെത്തുമ്പോൾ ഞാൻ പറയാണ്ട് ഈ നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ ഈ നോമ്പ് സമയത്ത് ഇഫ്താർ പാർട്ടികൾ നടക്കാറുണ്ട്. എല്ലാവരും വരെ പങ്കെടുക്കാറുണ്ട്, പാസ്റ്റർമാർ വരെ പോകാറുണ്ട്, പാസ്റ്റർമാരെ പങ്കെടുക്കാനായിട്ട് പലരും പോകാറുണ്ട്. ഹല്ലേലൂയ. സ്നേഹ വിരുന്നുകളൊക്കെ ഈ ഇടയ്ക്ക് നമ്മൾ കാണണ്ടായത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് BJP എന്തോ മറ്റേ പാർട്ടിക്കാർ നടത്തി സ്നേഹ വിരുന്ന് പാസ്റ്റർമാർ കൂട്ടത്തോട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരാൾ മൈക്കുമായിട്ട് പിടിച്ച് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്, നമുക്ക് അതിലേക്ക് പോകണ്ടേ, ഇതും വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് പലരും ചെയ്യുന്നു. പക്ഷേ ഇവിടെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായിട്ട് നമ്മളോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ പാലിച്ച പോളിസിയൊക്കെ എടുത്ത് നമ്മൾ അതൊക്കെ തെറ്റിക്കത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് പോകാം. അപ്പൊ അത് പോയത് കൊണ്ട് തെറ്റാണോ സിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയത് കൊണ്ട് തെറ്റാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പോകാതിരിക്കാനായിട്ട് വചനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഇപ്പം ഒരാൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും സാധനം കൊണ്ട് നമുക്ക് കഴിക്കാൻ തന്നാൽ ഇത് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് ഒരിക്കലും ദോഷം വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്തോത്രത്തോടെ നമ്മൾ ഭക്ഷിക്കുന്നെങ്കിൽ സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ കഴിക്കാതിരിക്കുന്ന ഏറെ നന്ന് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതും അതൊന്നും നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ തന്നെ പറയും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിങ്ങൾ സ്തോത്രം ചെയ്ത് ശുദ്ധീകരിച്ച് ഭക്ഷിക്കുന്നെങ്കിൽ സകല ആകാമെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ ദൈവത്തിന് ഇമ്പോർട്ടൻസ്, അതനുസരിക്കും നമ്മുടെ പ്രവൃത്തി. അപ്പൊ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കാം. പക്ഷേ ആ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൂടെ വെച്ച് നമ്മൾ ന്യായീകരിക്കണം. ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്നലെ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞു ഒരു കല്യാണം അവിടുന്ന് ആരും പോകാനില്ല, നീ പോകണം. ഞാൻ പോകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഞാൻ എടുത്തൊരു തീരുമാനം. എന്നാൽ കല്യാണത്തിന് പോകുന്നത് തെറ്റാണോ, മറ്റുള്ള ജാതികളുടെ കല്യാണം തെറ്റാണോ ചോദിച്ചാൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. മതപരമായ ഒരു ചടങ്ങൊക്കെ ഞാൻ പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചടങ്ങ് നടന്നിട്ട് പോലും ഞാൻ പോയില്ല. അതിനിവിടെ എന്തോരം ക്രിറ്റിസൈസിങ് ഉണ്ട്, എന്തോരം ആൾക്കാർ പെന്തക്കോസ്തുകാർ ആരും പള്ളി കയറത്തില്ല എന്നൊക്കെ. പള്ളി കയറില്ല, എന്താ കുഴപ്പം, പേടിയാണ്. ഞാൻ പേടിയായിട്ടല്ല, ഞാൻ എടുത്ത തീരുമാനമാണ്. വിട്ടു പോകുന്നതിനകത്തേക്ക് ഇനി കയറത്തില്ല.
വിട്ട് കളഞ്ഞു പോകുന്നതിനകത്തേക്ക് ഇനി കേറത്തില്ല. ഞാനെടുത്ത അതെന്റെ വ്യക്തിപരമായ തീരുമാനം. ഹാലയില്ല. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഹാലയില്ല. നമ്മൾ ദൈവമായി ചെയ്യുന്ന ചില ഉടമ്പടികളാണ് അതൊക്കെ. ആ ഉടമ്പടികൾ എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് മാറ്റരുത്. നമ്മളൊരു കാര്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവസേന എടുക്കുന്ന ഉടമ്പടി നിലനിർത്ത്. നമ്മൾ വചനം പറഞ്ഞു തുടങ്ങിയ നമ്മളെന്താ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണമെങ്കിൽ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേട്ട് നടക്കണം. പരിശുദ്ധാത്മ പറയുന്നത് പോലെ കേട്ട് അനുസരിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകാൻ പറ്റൂ. ക്രിസ്തുവിന്റെ മനസ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിന്റെ മനസ്സ് എന്താണെന്ന് ആർക്കും ഇനിയിപ്പോ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ക്രിസ്തുവിന്റെ മനസ്സ് എന്താ ഒരു ദിവസം പഠിക്കും. ഹാലയിലിയ. ആമേ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ മാനുഷ്യമായ ഉപദേശങ്ങൾ നടക്കല്ലേ. മറ്റുള്ളവരെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നടക്കല്ലേ. കാതുകൊണ്ട് കേൾക്കുന്ന പോലെ സകലത്തെ വിവേചിക്കല്ലേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവിന്റെ ഉപദേശം കേട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞ് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുന്നവരാകാൻ വേണ്ടി ദൈവം നമ്മളെല്ലാം സഹായിക്കുമെന്ന് ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.